ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫെബ്രുവരി 21 തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇനി വരുന്ന ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാദമി ഒരു റെക്കോർഡ് കോഴ്സ് പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സിലൂടെ നമുക്ക് ഇനി വരാനുള്ള യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റ്, എക്സൈസ് ഇൻസ്പെക്ടർ, അതേപോലെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, SBCID, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് ഇൻ ജയിലർ, അസിസ്റ്റന്റ് ഇൻ നാഷണൽ സേവിങ്സ്, ജൂനിയർ അസിസ്റ്റന്റ് തുടങ്ങിയ കോഴ്സുകളെല്ലാം പരിശീലിക്കാവുന്നതാണ്. ഈ ഒരു കോഴ്സിന്റെ പ്രൈസ് വരുന്നത് 4,999 രൂപയാണ്. എന്നാൽ നിങ്ങൾക്ക് 2,499 രൂപയ്ക്ക് ഇപ്പോൾ ഈ ഒരു ഓഫർ പ്രൈസിൽ പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് 400-ലധികം മണിക്കൂറുകൾ വരുന്ന ക്ലാസ്സുകളാണ് ലഭ്യമാവുന്നത്. അതേപോലെ ഫുൾ ലെങ്ത് മോഡൽ എക്സാമും ടോപ്പിക് വൈസ് റിവിഷൻ എക്സാമും SCRT, ന്യൂ SCRTയും ഓൾഡ് SCRTയും നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളും എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഇവിടെ എല്ലാം കോംപ്രഹെൻസീവ് സ്റ്റഡി മെറ്റീരിയൽസും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടിട്ടുള്ള കോഴ്സാണ് പുറത്തിറക്കിയിട്ടുള്ളത്. മാത്രമല്ല ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് മുൻവർഷ ചോദ്യങ്ങളും അവയുടെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനും പരിശീലിക്കാൻ സാധിക്കുന്നതാണ്. ഉടൻ തന്നെ കോഴ്സ് സ്വന്തമാക്കുക. കോഴ്സ് സ്വന്തമാക്കുന്നതിനായിട്ട് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താലും മതി. അതേപോലെ 10th ലെവൽ എക്സാമുകൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങൾക്ക് മറ്റൊരു കോഴ്സും ടാലന്റ് അക്കാദമി നൽകുന്നുണ്ട്. അപ്പോൾ ഇനി വരുന്ന LDC, അതേപോലെ ബെബ്കോ LDC, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, മറ്റ് 10th ലെവൽ എക്സാമുകൾ ഏതുമായിക്കോട്ടെ ഈ ഒരൊറ്റ കോഴ്സിലൂടെ പരിശീലിക്കാവുന്നതാണ്. കോഴ്സിന്റെ പ്രൈസ് വരുന്നത് 1,499 രൂപ മാത്രമാണ്. ഒരു ഓഫർ പ്രൈസ് ആണ്. കുറച്ച് നാളുകൾ മാത്രമായിരിക്കും ഈ ഒരു ഓഫർ ഉണ്ടാവുന്നത്. 200-ലധികം മണിക്കൂറുകൾ വരുന്ന ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ഫുൾ ലെങ്ത് മോഡൽ എക്സാമും ടോപ്പിക് വൈസ് എക്സാമും SCRTയുടെ ന്യൂ SCRTയും ഓൾഡ് SCRTയും നമ്മുടെ കറണ്ട് അഫയേഴ്സും അതേപോലെ കോംപ്രഹെൻസീവ് സ്റ്റഡി മെറ്റീരിയൽസും മുൻവർഷ ചോദ്യങ്ങളും അവയുടെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനും എല്ലാം ലഭിക്കുന്നതാണ്. കോഴ്സിൽ ജോയിൻ ചെയ്യുവാൻ അല്ലെങ്കിൽ കോഴ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഇനി നമ്മൾ ആദ്യം നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അവാർഡാണ്. അപ്പോൾ 2025 കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ഒരു പുരസ്കാരത്തിൽ, അതായത് കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരത്തിൽ നമുക്ക് 3 കാറ്റഗറികളിലായിട്ടാണ് അവാർഡുകൾ ചർച്ച ചെയ്യാനുള്ളത്. 2025 അവാർഡാണ് പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് ആദ്യം തന്നെ മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക. 2026 പ്രഖ്യാപിച്ചത്. 2025 പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്ന കാറ്റഗറി ഫെല്ലോഷിപ്പ് നേടിയവർ ആരൊക്കെയെന്നാണ്. അതായത് 2025 കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരങ്ങളിൽ ഫെല്ലോഷിപ്പ് നേടിയത് ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം. 3 പേർക്കാണ് ഈ ഒരു ഫെല്ലോഷിപ്പ് ലഭിച്ചിരിക്കുന്നത്. ആദ്യത്തെ വ്യക്തി ആരാണ്? വേണുജി. വേണുജിയാണ് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്ന വ്യക്തി. അദ്ദേഹം ഒരു കൂടിയാട്ടം ആചാര്യനാണ്. അദ്ദേഹം ഒരു കൂടിയാട്ടം കലാകാരനാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ആരാണ്? പ്രശസ്തനായിട്ടുള്ള വേണുജിക്ക് 2025 കേരള സംഗീത നാടക അക്കാദമി ഫെല്ലോഷിപ്പ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വെക്കുക. അതേപോലെ അടുത്ത് നമ്മൾ നോക്കുന്ന വ്യക്തി കൈതപ്രം. കൈതപ്രമാണ്. അപ്പോൾ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കും ഈ ഒരു ഫെല്ലോഷിപ്പ് ലഭിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ആരാണ്? നമുക്ക് നല്ലതുപോലെ അറിയാവുന്നതാണ്. അദ്ദേഹത്തിന് നിരവധി ഗാനങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അദ്ദേഹം ഒരു ഗാനരചയിതാവും അതേപോലെ സംഗീത സംവിധായകനുമാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഒരു സംഗീത സംവിധായകനാണ്, അതേപോലെ തന്നെ ഒരു ഗാനരചയിതാവുമാണ്. ആരാണ്? കൈതപ്രം. നമുക്കറിയാവുന്നതാണ്. മറ്റൊരു വ്യക്തിയാണ് ജയപ്രകാശ് കുളൂർ. ജയപ്രകാശ് കുളൂർ എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അദ്ദേഹം നാടക സംവിധായകനാണ്, അതേപോലെ ഒരു നാടകകൃത്തുമാണ്. ആരാണ്? ജയപ്രകാശ് എന്നുള്ള കാര്യം ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പോൾ 3 പേർക്കാണ് 2025 ഈ ഒരു ഫെല്ലോഷിപ്പ് ലഭിച്ചിരിക്കുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞു വേണുജിയാണ്. അപ്പോൾ അതേപോലെ രണ്ടാമത് പറഞ്ഞ വ്യക്തി കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. മൂന്നാമത് നമ്മൾ പറഞ്ഞത് ജയപ്രകാശ് കുളൂറാണ്. അപ്പോൾ ഈ 3 പേർക്കുമാണ് ഫെല്ലോഷിപ്പ് ലഭിച്ചിരിക്കുന്നത്. അടുത്ത നമ്മൾ നോക്കുന്നത് ഏത് കാറ്റഗറിയാണ്? അക്കാദമി പുരസ്കാരമാണ്. അക്കാദമി പുരസ്കാരമാണ്. അപ്പോൾ 2025 കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം ആണ് നമ്മൾ അടുത്ത് നോക്കുന്ന കാറ്റഗറി. അപ്പോൾ 18 പേർക്കാണ് ഈ ഒരു പുരസ്കാരം 2025 ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. 18 പേർക്കാണ്. അത് അന്ന് നോട്ട് ചെയ്യാം. അതേപോലെ ആർക്കൊക്കെയാണ് ലഭിച്ചത്, ആ വ്യക്തികളുടെ പേരും അവർ ഏത് കലാമേഖലയുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചു വെക്കുക. ആദ്യം നമ്മൾ നോക്കുന്ന വ്യക്തി ഡോക്ടർ NJ നന്ദിനിയാണ്. ആരാണ്? NJ നന്ദിനിയാണ്. അപ്പോൾ NJ നന്ദിനി ഏത് വിഭാഗമാണ്? ശാസ്ത്രീയ സംഗീതമാണ്. ഏതാണ്? കലാവിഭാഗം എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ശാസ്ത്രീയ സംഗീതമാണ്. ശാസ്ത്രീയ സംഗീതജ്ഞയാണ്. ആരാണ്? NJ നന്ദിനി എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അതേപോലെ അടുത്ത് നമ്മൾ നോക്കുന്നത് CS അനുരൂപാണ്. ആരാണ്? CS അനുരൂപാണ്. അദ്ദേഹത്തിന്റെ വിഭാഗം ഏതാണ്? വയലിൻ ആണ്. അപ്പോൾ അദ്ദേഹം ഒരു വയലിനിസ്റ്റ് ആണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ആരാണ്? CS അനുരൂപാണ്. അടുത്ത വ്യക്തി പ്രൊഫസർ കലാമണ്ഡലം കൃഷ്ണകുമാർ ആണ്. അദ്ദേഹം മൃദംഗമാണ്. മൃദംഗ വാദ്യക്കാരനായിട്ടുള്ള
കലാമണ്ഡലം കൃഷ്ണകുമാറാണ് അടുത്ത നമ്മൾ പറഞ്ഞ വ്യക്തി. കലാമണ്ഡലം കൃഷ്ണകുമാറാണ്. അടുത്തത് ഷോമി, ഓർത്തു വെക്കുക, ഷോമി ഡേവിസ് ആണ്. ഷോമി ഡേവിസ് ഏതാണ്? ഡ്രംസ്, അതേപോലെ പാശ്ചാത്യ വാദ്യങ്ങൾ. എന്താണ് പാശ്ചാത്യ വാദ്യം? അപ്പോൾ ഡ്രംസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് ഒരു വെസ്റ്റേൺ സ്റ്റൈലാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ പാശ്ചാത്യ വാദ്യങ്ങൾ എന്താണ്? ഷോമി ഡേവിസ്. അദ്ദേഹത്തിന്റെ കലാവിഭാഗം ഏതാണെന്ന് ഓർത്തു വെക്കുക. അടുത്തത് ജെൻസി. എന്താണ് ജെൻസി എന്താണ്? ലളിത സംഗീതം. ജെൻസിയുടെ കലാവിഭാഗം ഏതാണ്? ലളിത സംഗീതമാണ്. ലൈറ്റ് മ്യൂസിക് ആണ്, ലളിത സംഗീതമാണ്. എന്താണ് ജെൻസി എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അടുത്തത് ഗായത്രി അശോകൻ. ആരാണ്? ഗായത്രി അശോകനാണ്. ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക്കിൽ എന്താണ്? ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക് ആണ് എന്താണ്? ഗായത്രി അശോകൻ എന്നുള്ള ഗായികയുടെ എന്താണ് കലാവിഭാഗം എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അടുത്ത നമ്മൾ നോക്കുന്ന വ്യക്തി ആരാണ്? കാക്കാട്. എന്താണ്? കാക്കാട് രാജപ്പൻ മാരാരാണ്. ആരാണ്? കാക്കാട് രാജപ്പൻ മാരാരാണ്. അദ്ദേഹം മാരാര് ഓർത്തു വെക്കുക, നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. അദ്ദേഹത്തിന്റെ കലാവിഭാഗം ഏതാണ്? ചെണ്ടയാണ്. എന്താണ്? കാക്കാട് രാജപ്പൻ മാരാർ, അദ്ദേഹത്തിന്റെ കലാവിഭാഗം ചെണ്ടയാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. ചിത്ര സുകുമാരൻ, നെക്സ്റ്റ് പേഴ്സൺ ഏതാണ്? ചിത്ര സുകുമാരനാണ്. ചിത്ര സുകുമാരൻ മോഹിനിയാട്ടം കലാകാരിയാണ്. ആരാണ്? ചിത്ര സുകുമാരൻ എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. എന്താണ്? മോഹിനിയാട്ടമാണ് കലാവിഭാഗം. മോഹിനിയാട്ടം. അടുത്ത നമ്മൾ നോക്കുന്ന വ്യക്തി ആരാണ്? ഷഫീഖുദ്ദീൻ BK. ആരാണ്? ഷഫീഖുദ്ദീൻ BK ആണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കലാവിഭാഗം ഏതാണ്? ഭരതനാട്യമാണ്. എന്താണ്? ഭരതനാട്യമാണെന്നാണ് ഷഫീഖുദ്ദീൻ BKയുടെ കലാവിഭാഗം എന്നുള്ള കാര്യം നോട്ട് ചെയ്യാം. ഇനി അടുത്തത് മനോജ് നാരായണൻ. ആരാണ്? മനോജ് നാരായണൻ എന്താണ്? നാടക സംവിധായകനാണ്. ആരാണ്? മനോജ് നാരായണൻ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അപ്പോൾ നാടകം എന്നുള്ള വിഭാഗത്തിൽ എന്താണ്? അദ്ദേഹം സംവിധായകനാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അടുത്തത് നോക്കുന്നത് സീതാ ശശിധരൻ. ആരാണ്? സീതാ ശശിധരൻ ഏത് മേഖലയാണ്? നൃത്തമാണ്. എന്താണ്? സീതാ ശശിധരന്റെ കലാവിഭാഗമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി നോക്കുന്നത് കലാമണ്ഡലം സന്ധ്യാ രാമചന്ദ്രൻ. കലാമണ്ഡലം സന്ധ്യാ രാമചന്ദ്രൻ എന്താണ്? നാടകം അഭിനേത്രിയാണ്, നാടക നടിയാണ്. ആരാണ്? കലാമണ്ഡലം സന്ധ്യാ രാമചന്ദ്രൻ എന്നുള്ള കാര്യം നോട്ട് ചെയ്യാം. അടുത്ത നമ്മൾ നോക്കുന്ന വ്യക്തി ആരാണെന്ന് ഓർത്തു വെക്കുക, മനോജ് കോതമംഗലമാണ്. ആരാണ്? മനോജ് കോതമംഗലമാണ്. അദ്ദേഹം എന്താണ്? നാടക നടനാണ് കേട്ടോ, നാടക നടനാണ്. ആരാണ്? മനോജ് കോതമംഗലം. ഇനി അടുത്തത് ആരാണ്? തേക്കടി ശ്യാംലാൽ. ആരാണ്? തേക്കടി ശ്യാംലാൽ ആണ്. നൃത്ത നാടകമാണ് അദ്ദേഹത്തിന്റെ കലാവിഭാഗം. എന്താണ്? നൃത്ത നാടകമാണ് തേക്കടി ശ്യാംലാലിന്റെ എന്താണ് കലാവിഭാഗമായിട്ട് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് പേഴ്സൺ വിജയൻ കടമ്പേരിയാണ്. ആരാണ്? വിജയൻ കടമ്പേരിയാണ്. അദ്ദേഹം എന്താണ്? നാടക രംഗ രൂപകൽപ്പന. എന്താണ്? നാടക രംഗ രൂപകൽപ്പന. അതായത് നമുക്കറിയാമല്ലോ നാടകമൊക്കെ എന്താണ് സെറ്റിട്ടാണ്, സ്റ്റേജിൽ എന്താണ് ഒരു സെറ്റ് ഉണ്ടാകും എന്താണ് നാടകത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു രംഗ രൂപകൽപ്പനയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. ആരാണ്? വിജയൻ കടമ്പേരി എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അടുത്തത് രാജീവ് നരിക്കലാണ്. ആരാണ്? രാജീവ് നരിക്കലാണ്. അദ്ദേഹം എന്താണ്? ഒരു കഥാപ്രസംഗ കലാകാരനാണ്. എന്താണ്? കഥാപ്രസംഗ കലാകാരനാണ്. ആരാണ്? രാജീവ് നരിക്കൽ എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ഇനി ഡോക്ടർ ജോയി കൃഷ്ണൻ. ആരാണ്? ജോയി കൃഷ്ണൻ. അദ്ദേഹം തന്നെ എന്താണ്? കലാവിഭാഗം കേരള നടനമാണ്. എന്താണ്? കേരള നടനമാണ്. എന്താണ്? ജോയി കൃഷ്ണൻ പ്രത്യേകം നോട്ട് ചെയ്യുക. അടുത്ത് നോക്കുന്ന വ്യക്തി ആരാണ്? സൈനൻ കെടാമംഗലം. ആരാണ്? സൈനൻ കെടാമംഗലം. അദ്ദേഹം എന്താണ്? ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. എന്താണ്? മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. ആരാണ്? സൈനൻ കെടാമംഗലം. ഓക്കെ, അടുത്ത നമ്മൾ നോക്കുന്നത് ഇതാണ്, ഓർത്തു വെക്കുക. അടുത്ത നമ്മൾ നോക്കുന്നത് ഗുരുപൂജ അവാർഡാണ്. ഓക്കെ, അപ്പോൾ ഗുരുപൂജ അവാർഡുകളാണ് അടുത്ത നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കിയത് എന്താണ്? ആദ്യം നോക്കിയത് ഫെലോഷിപ്പ് ലഭിച്ച 3 പേരെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് എന്താണ്? അക്കാദമി അവാർഡുകളാണ്. 18 പേർക്കാണ് ലഭിച്ചതെന്ന് പറഞ്ഞു. ഇനി ഗുരുപൂജ അവാർഡ് എത്ര പേർക്കാണ് ലഭിച്ചിരിക്കുന്നത്? 22 പേർക്കാണ്. എത്ര പേർക്കാണ്? 22 പേർക്കാണ് 2025 എന്താ ഗുരുപൂജ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെ എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ വ്യക്തിയാണ് CS നാരായണൻ നമ്പൂതിരി. ആരാണ്? CS നാരായണൻ നമ്പൂതിരി. അദ്ദേഹം എന്താണ്? ഒരു കർണാടക സംഗീതജ്ഞനാണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. എന്താണ്? കർണാടക സംഗീതം, അതേപോലെ വായ്പാട്ട് തുടങ്ങിയ മേഖലയിൽ പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആരാണ്? CS നാരായണൻ നമ്പൂതിരി എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അതേപോലെ അടുത്തത് പ്രൊഫസർ R മനോജ് കുമാർ ആണ്. ആരാണ്? R മനോജ് കുമാർ ആണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കലാവിഭാഗം ഏതാണ്? വയലിനാണ്. എന്താണ്? വയലിനാണ്. എന്താണ്? R മനോജ് കുമാറിന്റെ കലാവിഭാഗം വരുന്നത്. നെക്സ്റ്റ് പേഴ്സൺ കരുനാഗപ്പള്ളി കൃഷ്ണൻകുട്ടിയാണ്. ആരാണ്? കരുനാഗപ്പള്ളി കൃഷ്ണൻകുട്ടി. നാടക മേഖലയിലാണ് കരുനാഗപ്പള്ളി കൃഷ്ണൻകുട്ടി. അടുത്തത് N സുലോചനയാണ്. ആരാണ്? N സുലോചനയാണ്. നാടക നടിയാണ്. ആരാണ്? N സുലോചന എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ഇനി നാടക മേഖലയിൽ നിന്നുള്ള മറ്റൊരു വ്യക്തിയാണ് മോഹൻ കൃഷ്ണൻ. ആരാണ്? മോഹൻ കൃഷ്ണൻ. ഇനി അതേപോലെ പറവൂർ വിശ്വനാഥൻ. ആരാണ്? പറവൂർ വിശ്വനാഥൻ. അദ്ദേഹം എന്താണ്? ഒരു പുല്ലാങ്കുഴൽ വാദ്യക്കാരനാണ്. ആരാണ്? പുല്ലാങ്കുഴലാണ് അദ്ദേഹത്തിന്റെ മേഖല എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. പറവൂർ വിശ്വനാഥനാണ്. അടുത്ത് നോക്കുന്നത് CR രമാദേവി. ആരാണ്? CR രമാദേവിയാണ്. എന്താണ്? നാടക നടിയാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. എന്താണ്? CR
ആർ രമാദേവി നമ്മൾ കേട്ടിട്ടുള്ള പേരാണ്. എന്താണ്? നാടക നടിയാണ്. അടുത്തത് നോക്കുന്നത് ഓർത്തുവെക്കാം. അടുത്ത നമ്മൾ നോക്കുന്ന പേഴ്സൺ ആരാണ്? കവിയൂർ സദാശിവ മാരാർ. എന്താണ്? കവിയൂർ സദാശിവ മാരാറാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ മേഖല ഏതാണ്? പഞ്ചവാദ്യം അതേപോലെ തിമില. എന്താണ്? പഞ്ചവാദ്യം തിമില ആണ് അദ്ദേഹത്തിന്റെ മേഖലയായിട്ട് വരുന്നത്. ആരാണ്? കവിയൂർ. ഓർത്തുവെക്കുക, കവിയൂർ സദാശിവ മാരാറാണ്. ഓക്കെ, അടുത്ത നമ്മൾ നോക്കുന്നത് ആര്യാട് വല്ലഭദാസ്. ആരാണ്? ആര്യാട് വല്ലഭദാസ് ആണ്. അപ്പോൾ കഥാപ്രസംഗ കലാകാരനാണ്. ആരാണ്? ആര്യാട് വല്ലഭദാസ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അതേപോലെ കെ ആർ. ഓർത്തുവെക്കുക, കെ ആർ മോഹൻദാസ്. ആരാണ്? കെ ആർ മോഹൻദാസ് നാടക സംവിധായകനാണ്. ആരാണ്? നാടക സംവിധായകനാണ്. ആരാണ്? കെ ആർ മോഹൻദാസ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ഇനി കെ സി കൃഷ്ണൻ പയ്യന്നൂർ. എന്താണ്? കെ സി കൃഷ്ണൻ പയ്യന്നൂരാണ്. അദ്ദേഹം എന്താണ്? നാടക നടനാണ്. എന്താണ്? നാടക നടനാണ് കെ സി കൃഷ്ണൻ പയ്യന്നൂർ. കലാഭവൻ റഹ്മാൻ. അദ്ദേഹം ആരാണ്? മിമിക്രി ആർട്ടിസ്റ്റ് ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ആരാണ്? കലാഭവൻ റഹ്മാൻ. ഇനി ശിവൻ അയോധ്യ നാടക നടനാണ്. ആരാണ്? ശിവൻ അയോധ്യ. മറ്റൊരു വ്യക്തിയാണ് ഓർത്തു വെക്കുക, പേരാമംഗലം വിജയൻ. ആരാണ്? പേരാമംഗലം വിജയൻ. അദ്ദേഹത്തിന്റെ കലാവിഭാഗം ഏതാണ്? കൊമ്പാണ് കേട്ടോ. കൊമ്പാണ് അദ്ദേഹത്തിന്റെ കലാവിഭാഗം. എന്താണ്? പേരാമംഗലം വിജയന്റെ. ഓക്കെ, അടുത്ത വ്യക്തി ആരാണെന്ന് ഓർത്ത് വെക്കാം. അടുത്ത വ്യക്തി ഇതാണ്, തേക്കടി രാജനാണ്. ആരാണ്? തേക്കടി രാജനാണ്. അപ്പോൾ ലളിത സംഗീതമാണ് കലാവിഭാഗം. എന്താണ്? ലളിത സംഗീതമാണ് തേക്കടി രാജന്റെ കലാവിഭാഗം. അടുത്തത് ഉഷാധരൻ എന്താണ്? നാടക നടനാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ഉഷാധരൻ ആരാണ്? നാടക നടനാണ്. അദ്ദേഹം ഒരു നാടക നടനാണ്. ഇനി ഏഷ്യാഡ് ശശി മാരാർ. ആരാണ്? ഏഷ്യാഡ് ശശി മാരാർ. അദ്ദേഹം എന്താണ്? ഇലത്താളമാണ് കേട്ടോ. ഇലത്താളമാണ് അദ്ദേഹത്തിന്റെ കലാവിഭാഗം. ഇനി നമ്മൾ നോക്കുന്നത് എൽ തങ്കമ്മ. ആരാണ്? എൽ തങ്കമ്മ നാടക നടിയാണ് കേട്ടോ. നാടക നടിയാണ്. ആരാണ്? എൽ തങ്കമ്മ. ആലപ്പി തങ്കം എന്നും അറിയപ്പെടും. എന്താണ്? എൽ തങ്കം എന്താണ്? ആലപ്പി തങ്കം എന്ന പേരിലും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. നാടക നടിയാണ്. അടുത്തത് ശാലു മേനോൻ. ആരാണ്? ശാലു മേനോൻ നൃത്ത നാടകം. എന്താണ്? ശാലു മേനോൻ നൃത്ത നാടകമാണ് മേഖല എന്ന് ഓർത്തു വെക്കുക. ഇനി കലാനിലയം ഗോപി കഥകളി വേഷമാണ്. കലാനിലയം ഗോപി നമുക്കറിയാം കഥകളി വേഷമാണ്. ഇനി കലാമണ്ഡലം ശ്രീകുമാർ. ആരാണ്? കലാമണ്ഡലം ശ്രീകുമാർ കഥകളി വേഷമാണ് കേട്ടോ. കഥകളി വേഷമാണ്. എന്താണ്? കലാമണ്ഡലം ശ്രീകുമാർ. ഇനി തൃശൂർ ജനാർദ്ദനൻ. എന്താണ്? തൃശൂർ ജനാർദ്ദനൻ. അദ്ദേഹത്തിന്റെ കലാവിഭാഗം ഏതാണ്? നൃത്ത സംഗീതമാണ്. എന്താണ്? നൃത്ത സംഗീത മേഖലയിലാണ് അദ്ദേഹത്തിന്റെ കലാവിഭാഗമായിട്ട് വരുന്നത്. ആരുടെയാണെന്ന് ഓർത്തു വെക്കുക, തൃശൂർ ജനാർദ്ദനന്റെയാണ്. അപ്പോൾ ഇത്രയും പേർക്കാണ് എന്താണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് എന്താണ് ഗുരുപൂജ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ 2025 ഈ ഒരു പുരസ്കാരത്തിന് 3 വിഭാഗങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ ഇത്രയും പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള വ്യക്തികളുടെ പേര്, അവരുടെ കലാവിഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൂടി നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. PSC എക്സാമുകളിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് SCERT പാഠഭാഗങ്ങൾ. അപ്പോൾ ഈ ഒരു SCERT പാഠഭാഗങ്ങൾ നിങ്ങൾ ടാലന്റിന്റെ അറിവിടം ബുക്കുകളിലൂടെ പഠിച്ചു തീർത്തിട്ടുണ്ടാകും. അപ്പോൾ ഈ പഠിച്ചതെല്ലാം മനസ്സിലുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ടാലന്റ് അക്കാദമി ഒരു പ്രാക്ടീസ് ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അറിവിടം പ്രാക്ടീസ് ബുക്കിന്റെ സോഷ്യൽ സയൻസ് പ്രാക്ടീസ് ബുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു സോഷ്യൽ സയൻസ് പ്രാക്ടീസ് ബുക്കിൽ നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകളായിട്ടുള്ള നമുക്കറിയാം ഹിസ്റ്ററി, അതേപോലെ ഭൂമിശാസ്ത്രം, ഭരണഘടന, പൗരധർമ്മം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ധനതത്വശാസ്ത്രം തുടങ്ങിയവയെല്ലാം എന്താണ് ഈ ഒരു സോഷ്യൽ സയൻസിൽ ഇൻക്ലൂഡഡ് ആണ്. 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളുടെ അതായത് SCERT ചാപ്റ്ററുകളെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രാക്ടീസ് ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഈ ഒരു നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുള്ള അറിവിടം ബുക്കുകൾ അല്ലെങ്കിൽ ടാലന്റിന്റെ ഈ ഒരു അറിവിടം ബുക്കിലൂടെ നിങ്ങൾ പഠിച്ചു തീർത്തിട്ടുള്ള SCERT പാഠഭാഗങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു പ്രാക്ടീസ് ബുക്ക്, ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള SCERT പാഠഭാഗങ്ങളിലെ ഉൾപ്പെടുന്ന ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു ബുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഉടൻ തന്നെ ഈ ഒരു ബുക്ക് ഓർഡർ ചെയ്യുക, പർച്ചേസ് ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക. അടുത്തതൊരു ബുക്കുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഗസയിലെ കുട്ടികൾ. എന്താണ്? ഗസയിലെ കുട്ടികൾ എന്നുള്ള ഈ ഒരു ബുക്ക് എഴുതിയത് ആരെന്നാണ് ഓർത്തു വെക്കുക. ടി പത്മനാഭനാണ്. ആരാണ്? ടി പത്മനാഭനാണ് ഈ ഒരു ബുക്ക് എഴുതിയിരിക്കുന്നത്. എന്താണ്? ഗസയിലെ കുട്ടികൾ എന്നുള്ള ബുക്കാണ്. അപ്പോൾ ഈ ബുക്കിന്റെ രചയിതാവ് ആരാണെന്ന് ഓർത്തു വെക്കുക, ടി പത്മനാഭനാണ്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ K-SMART വഴി ഏറ്റവും കൂടുതൽ സേവനങ്ങൾ നൽകിയ ജില്ലകളുടെ പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ള ജില്ല ഏതെന്നാണ് ഓർത്തു വെക്കാം. മലപ്പുറമാണ് കേട്ടോ. മലപ്പുറമാണ് എന്താണ് ഇത്തരത്തിൽ എന്താണ് 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. അപ്പോൾ K-SMART എന്നുള്ളത് വഴിയിട്ട് അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സേവനങ്ങൾ നമുക്ക് ഓൺലൈനായിട്ട് ലഭിക്കുന്നതിനുള്ള ഒരൊറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ് എന്താണ് K-SMART. ഇത്തരത്തിൽ ഈ ഒരു K-SMART വഴി ഏറ്റവും കൂടുതൽ സേവനങ്ങൾ നൽകിയത് അത് ഏത് കണക്ക് പ്രകാരമാണ്? 2026 ജനുവരി വരെയുള്ള കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ സേവനങ്ങൾ നൽകിയ ജില്ലകളുടെ പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ള ജില്ല ഏതാണ്? മലപ്പുറമാണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക.
ഇനി കെ സ്മാർട്ടിന്റെ ഫുൾ ഫോം എന്താണെന്ന് നമുക്കറിയാം, നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതാണ് എന്താണ് കെ സ്മാർട്ടിന്റെ ഫുൾ ഫോം. അപ്പോൾ ഇതുവഴി ഇത് ആരംഭിച്ചത് എപ്പോഴാണെന്ന് നമ്മൾ പഠിച്ചതാണ് 2024 അല്ലേ. 2024 ജനുവരി 1 ആദ്യഘട്ടം കെ സ്മാർട്ടിന്റെ ആദ്യഘട്ടം എന്താണ് നഗരസഭകളിലൊക്കെ ആയിട്ട് കോർപ്പറേഷനുകളിലൊക്കെ ആയിട്ട് എന്താണ് ആരംഭിച്ചത്. അതിനുശേഷം 2025 ഏപ്രിൽ 10 എന്താണ് രണ്ടാം ഘട്ടം ആരംഭിച്ചത്. അതെന്താണ് ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകൾ ത്രിതല പഞ്ചായത്ത് സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ ആരംഭിച്ചത് എന്താണ് രണ്ടാം ഘട്ടത്തിലായിരുന്നു. അതെന്താണ് 2025. അപ്പോൾ ഈ ഒരു കെ സ്മാർട്ട് വഴിയിട്ടുള്ള എല്ലാ കൂടുതൽ സേവനങ്ങളും ഏറ്റവും കൂടുതൽ നൽകിയിട്ടുള്ള എന്താണ് ജില്ലയായിട്ട് മാറിയിരിക്കുന്നത് മലപ്പുറമാണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. 2026 ജനുവരി വരെയുള്ള കണക്കുകൾ പ്രകാരമാണിത്. അടുത്തൊരു റിപ്പോർട്ടാണ് നമ്മൾ നോക്കുന്നത്. മിഡിൽ ഈസ്റ്റ് ഓണ്ടർപ്രൂണർ മാഗസിൻ പ്രസിദ്ധീകരിച്ച മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും സ്വാധീനമുള്ള വിദേശ ഇന്ത്യക്കാരുടെ പട്ടികയിൽ 1ാം സ്ഥാനം നേടിയ വ്യക്തി ആരെന്നാണ്. MA യൂസഫ് അലിയാണ്. ആരാണ്? MA യൂസഫ് അലിയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ട് ആരാണ് പ്രസിദ്ധീകരിച്ചതെന്ന് ഓർത്തു വെക്കുക. മിഡിൽ ഈസ്റ്റ് ഓണ്ടർപ്രൂണർ ആണെന്നാണ് ഈ ഒരു മാഗസിൻ പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ ഈ ഒരു മാഗസിനിലൂടെ എന്താണ് പറയുന്നത്? മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും സ്വാധീനമുള്ള വിദേശ ഇന്ത്യക്കാരുടെ, അതായത് NRIസിന്റെ ലിസ്റ്റിൽ 1ാം സ്ഥാനത്തുള്ളത് ആരെന്നാണ് പറഞ്ഞിരിക്കുന്നത്? MA യൂസഫ് അലിയാണ്. അപ്പോൾ നമുക്കറിയാം എന്താണ് ലുലു ഗ്രൂപ്പിന്റെയൊക്കെ ചെയർമാനാണ് ആരാണ്? MA യൂസഫ് അലി എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. രാജ്യത്തെ ആദ്യത്തെ ESIC എന്താണ് ESIC ആയുർവേദ മെഡിക്കൽ കോളേജ് സ്ഥാപിതമാവുന്നത് എവിടെയെന്നാണ്. ഓർത്തു വെക്കാം, എഴുകോണാണ് കേട്ടോ. എവിടെയാണ്? എഴുകോണാണ്. കൊല്ലം ജില്ലയിലെ എഴുകോണാണ് എന്താണ് ഇത്തരത്തിലൊരു മെഡിക്കൽ കോളേജ്, ആയുർവേദ മെഡിക്കൽ കോളേജ് സ്ഥാപിതമാവുന്നത്. എന്താണ് ഇതിന്റെ പ്രത്യേകത? നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് എന്താണ് ESICയുടെ, അതായത് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ കീഴിൽ എന്താണ് ഒരു ആയുർവേദ മെഡിക്കൽ കോളേജ് സ്ഥാപിതമാവുന്നത്. എവിടെയാണ് സ്ഥാപിതമാകുന്നതെന്ന് ഓർത്തു വെക്കുക. കൊല്ലം ജില്ലയിലെ എഴുകോണാണ് ഇത്തരത്തിലൊരു മെഡിക്കൽ കോളേജ് സ്ഥാപിതമാവുന്നത്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. സംസ്ഥാനത്തെ ആദ്യ ട്രൈബൽ മൾട്ടി പർപ്പസ് സെന്റർ സ്ഥാപിതമായത് എവിടെയെന്നാണ്. ഓർത്തു വെക്കാം, വാളംതോടാണ്. എവിടെയാണ്? വാളംതോടാണ്. ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിലാണ്. അപ്പോൾ മലപ്പുറം ജില്ലയിലെ വാളംതോടാണ് എന്താണ് ഇത്തരത്തിലൊരു സെന്റർ സ്ഥാപിതമായിരിക്കുന്നത്. എന്താണ് ഇതിന്റെ പ്രത്യേകത? നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ടാണ് ഒരു ട്രൈബൽ മൾട്ടി പർപ്പസ് സെന്റർ സ്ഥാപിതമാവുന്നത്. അതായത് നമ്മുടെ സംസ്ഥാനത്തെ ദുർഘട മേഖലയിലുള്ള ആദിവാസി നഗരങ്ങളിലെ ആളുകൾക്ക് സമഗ്രമായിട്ടുള്ള ഒരു ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലെ ആരോഗ്യ വകുപ്പിന്റെ കീഴിൽ ട്രൈബൽ മൾട്ടി പർപ്പസ് സെന്ററുകൾ സ്ഥാപിതമാവുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സ്ഥാപിതമായ ആദ്യത്തെ മൾട്ടി പർപ്പസ് സെന്റർ ആണ് വാളംതോട്, മലപ്പുറത്തെ വാളംതോടിൽ സ്ഥാപിതമായിരിക്കുന്നത്. അപ്പോൾ മലപ്പുറം ജില്ലയിലെ ചാലിയാർ പഞ്ചായത്തിലാണ് ഈ ഒരു സെന്റർ സ്ഥാപിതമായത് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ആരോഗ്യ വകുപ്പിന് കീഴിലാണ് ഇത്തരത്തിലൊരു സംവിധാനം ഒരുങ്ങുന്നത്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് നമ്മൾ പറഞ്ഞു. ഇത്തരത്തിൽ സെന്ററുകൾ സ്ഥാപിതമാവുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ദുർഘടമായിട്ടുള്ള മേഖലയിൽ താമസിക്കുന്ന ആദിവാസി നഗരങ്ങളിലെ ജനങ്ങൾക്ക് അവർക്ക് സമഗ്രമായിട്ടുള്ള ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ട്രൈബൽ മൾട്ടി പർപ്പസ് സെന്ററുകൾ സ്ഥാപിതമാവുന്നത്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. അടുത്തിടെ അമേരിക്കൻ നിർമ്മിത ബുദ്ധി കമ്പനിയായ ആന്ത്രോപിക് ഇന്ത്യയിൽ പുതിയ ഓഫീസ് ആരംഭിച്ചത് എവിടെയെന്നാണ്. ഓർത്തു വെക്കുക, ബംഗളൂരുവിലാണ്. എവിടെയാണ്? ബംഗളൂരുവിലാണ് അമേരിക്കൻ നിർമ്മിത ബുദ്ധി കമ്പനിയായിട്ടുള്ള ആന്ത്രോപിക് ഇന്ത്യയിലെ പുതിയ ഓഫീസ് ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനൊപ്പം തന്നെ പഠിച്ചു വെക്കുക, ആന്ത്രോപിക്കിന്റെ ഒരു അസിസ്റ്റന്റ് ഉണ്ട്, AI അസിസ്റ്റന്റ് ഉണ്ട്. അത് ഏതാണെന്ന് കൂടി ഓർത്തു വെക്കുക. ക്ലൗഡ് ആണ് കേട്ടോ. എന്താണെന്ന് ഓർത്തു വെക്കുക. ക്ലൗഡ് എന്നുള്ളതാണ് ആന്ത്രോപിക്കിന്റെ ഒരു AI അസിസ്റ്റന്റ് ആണ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ക്ലൗഡിന്റെ വലിയൊരു വിപണി തന്നെയാണ് ഇന്ത്യ എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ഇന്ത്യയിലെ ബംഗളൂരുവിൽ ആന്ത്രോപിക്കിന്റെ പുതിയ ഓഫീസ് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ആന്ത്രോപിക് എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ നിർമ്മിത ബുദ്ധി കമ്പനിയാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക. ഇനി ഒരു ട്രാവൽ അസിസ്റ്റന്റിനെ നമുക്ക് നോക്കാം. നിവു എന്നാണ് പേര്. ഒരു AI ട്രാവൽ അസിസ്റ്റന്റ് ആണ്. എന്താണ് പേര്? നിവു എന്നാണ്. അപ്പോൾ നിവു എന്ന AI ട്രാവൽ അസിസ്റ്റന്റിനെ അവതരിപ്പിച്ച സഞ്ചാര സാമൂഹ്യ മാധ്യമ ആപ്പ് ഏതെന്നാണ്. ഓർത്തു വെക്കുക, എക്സ്പ്ലെയർജർ. എക്സ്പ്ലെയർജർ എന്നുള്ള ഒരു സാമൂഹ്യ മാധ്യമ ആപ്പാണ്. അപ്പോൾ ഒരു സഞ്ചാര മാധ്യമ ആപ്പാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ട്രാവലിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ട്രാവൽ വിവരങ്ങൾ മാത്രം നൽകുന്ന ഒരു ആപ്പ്, നമ്മുടെ സോഷ്യൽ മീഡിയ ആണ് ഈ ഒരു
ഒരു എക്സ്പ്ലേജർ എന്നുള്ള കാര്യം ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു എക്സ്പ്ലേജറിൻ്റെ എന്താണ് ഒരു AI ട്രാവൽ അസിസ്റ്റൻ്റ് ആണ് നിവു എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം 2026 ഇപ്പോൾ നടക്കുന്ന എന്താണ് ഇന്ത്യ AI ഇമ്പാക്റ്റ്. അപ്പോൾ ഈ ഒരു ഇന്ത്യ AI ഇമ്പാക്റ്റ് സബ്മിറ്റിൽ എന്താണ് ഈ നിവു എന്നുള്ള ഈ ഒരു AI ട്രാവൽ അസിസ്റ്റന്റിനെ പ്രദർശിപ്പിക്കുകയുണ്ടായിരുന്നു. അത് വളരെ വലിയ ജനപ്രീതി നേടിയ ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഈ ഒരു ഉച്ചകോടിയിൽ ഈ ഒരു ട്രാവൽ അസിസ്റ്റന്റിനെ അവതരിപ്പിച്ചത്. അപ്പോൾ ഈ ഒരു AI ട്രാവൽ അസിസ്റ്റന്റ് എക്സ്പ്ലേജർ എന്നുള്ള ഈ ഒരു സോഷ്യൽ മീഡിയ ആപ്പിന്റെ ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ഇനി ഈ ഒരു ആപ്പിന്റെ സ്ഥാപകൻ ആരാണെന്ന് നോട്ട് ചെയ്യുക. ജിതിൻ ഭാട്ടിയയാണെന്നാണ് ഈ ഒരു ആപ്പിന്റെ സ്ഥാപകൻ. യാത്രാ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി മാത്രം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സോഷ്യൽ മീഡിയ ആപ്പ് കൂടിയാണ് എക്സ്പ്ലേജർ എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ഇനി നമ്മൾ പറഞ്ഞു എന്താണ് ഈ ഒരു നിവു എന്നുള്ള AI ട്രാവൽ അസിസ്റ്റന്റിനെ ഏത് ഉച്ചകോടിയിലാണ് ഇന്ത്യ AI ഇമ്പാക്റ്റ് ഉച്ചകോടിയിൽ അവതരിപ്പിച്ചു എന്നുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ 2026 ഇന്ത്യ AI ഇമ്പാക്റ്റ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? അത് ഓർത്തു വെക്കുക, ന്യൂഡൽഹിയാണ് വേദിയായി വന്നത്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റുകൾ ബി കോറിഡോറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോയിന്റാണ്. എന്താണ് ബി കോറിഡോറുകൾ എന്ന് പറയുന്നത്? അതായത് തേനീച്ചകൾക്കും അതേപോലെ തന്നെ മറ്റ് പരാഗ ജീവികൾക്കുമൊക്കെ അവരുടെ ആവാസ വ്യവസ്ഥ ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ബി കോറിഡോറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയപാത ഓരങ്ങളിൽ ഇത്തരത്തിൽ ബി കോറിഡോറുകൾ വികസിപ്പിക്കാൻ പോവുകയാണ്. ഇതിനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ആരാണ്? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. അപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഇത്തരത്തിലെ ബി കോറിഡോറുകൾ സ്ഥാപിതമാകാൻ പോവുകയാണ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞു? തേനീച്ചകൾക്കും അതേപോലെ തേനീച്ച പോലെയുള്ള മറ്റ് ജീവികൾക്കുമൊക്കെ പരാഗണ ജീവികൾക്കുമൊക്കെ അവരുടെ ആവാസ വ്യവസ്ഥ ഒരുക്കി കൊടുക്കുന്നതിനായിട്ട് ചെടികളും മരങ്ങളും ഒക്കെ നട്ടുപിടിപ്പിച്ച് ആവാസ വ്യവസ്ഥ ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ബി കോറിഡോറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വികസിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങുന്നത് ആരുടെ നേതൃത്വത്തിലാണെന്ന് നമ്മൾ പറഞ്ഞു? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള സംവിധാനം വരാൻ പോകുന്നത്. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. 2026 ഫെബ്രുവരിയിൽ രാജ്യാന്തര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം എന്ന റെക്കോർഡ് നേടിയത് ആരെന്നാണ്. അപ്പോൾ ഒരു ഇന്ത്യൻ താരത്തിനാണ് ഈ ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത്. ആരാണ്? ഹർമൻപ്രീത് കൗർ ആണ് ഈ ഒരു റെക്കോർഡ് നേടിയിരിക്കുന്നത്. എന്താണ് പ്രത്യേകത എന്ന് ഓർത്ത് വെക്കുക. രാജ്യാന്തര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം എന്നുള്ള നേട്ടമാണ് നേടിയിരിക്കുന്നത്. അപ്പോൾ ഇത് മാറാനായിട്ട് സാധ്യതയുള്ള ഒരു കാര്യമാണ്. ഇനി മാറ്റം വരാൻ, അപ്ഡേഷൻ വരാനായിട്ട് വളരെ സാധ്യത കൂടുതലുള്ള ഒരു പോയിന്റ് ആണ്. അപ്പോൾ 2026 ഫെബ്രുവരിയിൽ ഇപ്പോഴുള്ള ഒരു കണക്ക് പ്രകാരമാണ് രാജ്യാന്തര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം എന്നുള്ള റെക്കോർഡ് നേടിയിരിക്കുന്ന ആരാണ്? ഹർമൻപ്രീത് കൗർ ആണ്. ആരുടെ റെക്കോർഡാണ് മറികടന്നത് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഓർത്തു വെക്കുക, സുസി ബെയ്റ്റ്സിന്റെ റെക്കോർഡാണ് മറികടന്നത്. അപ്പോൾ ഇനി സുസി ബെയ്റ്റ്സ് കളിച്ച് ഈ ഒരു നേട്ടം അവർക്ക് തന്നെ ഇതിനെ തിരികെ കിട്ടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഹർമൻപ്രീത് കൗർ ഇനിയും ഒക്കെ ഈ ഒരു കളികൾ തുടരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഈ റെക്കോർഡ് അല്ലെങ്കിൽ ഈ ഒരു ഇതിൽ അപ്ഡേഷൻ വരാനായിട്ട് സാധ്യത ഉള്ളതാണ്. അതൊന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് തന്നെ പഠിക്കുക. നിലവിൽ രാജ്യാന്തര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം എന്നുള്ള റെക്കോർഡ് നേടിയിരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ വനിതാ ടീമിന്റെ ക്യാപ്റ്റനായിട്ടുള്ള ഹർമൻപ്രീത് കൗർ ആണ്. ഇനി ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2026 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഹെമറ്റോളജിസ്റ്റ് ആരെന്നാണ്. ഓർത്തുവെക്കുക, ഡോക്ടർ KA സലീമാണ്. ആരാണ്? ഡോക്ടർ KA സലീമാണ്. അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ പറഞ്ഞത്, അദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഹെമറ്റോളജിസ്റ്റ് ആണ്. ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു പ്രശസ്തനായിട്ടുള്ള ഹെമറ്റോളജിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. ഇനി എന്താണ് ഹെമറ്റോളജിസ്റ്റ് എന്ന് ചോദിച്ചാൽ ലിംഫറ്റിക് സിസ്റ്റം, അതേപോലെ രക്തം, അസ്ഥിമജ്ജ തുടങ്ങിയവയെ കുറിച്ചുള്ള പഠനവും അതേപോലെ അവയുടെ രോഗങ്ങളെക്കുറിച്ചും അവയിൽ വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ അതേപോലെ തന്നെ അതിന്റെ ചികിത്സാ രീതികളും ഒക്കെ അറിയുന്ന വ്യക്തികളെയാണ് ഹെമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ ഡോക്ടർമാരെയാണ് ഹെമറ്റോളജിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വളരെ പ്രശസ്തനായിട്ടുള്ള ഇന്ത്യയിലെ അപൂർവം ഹെമറ്റോളജിസ്റ്റുകളിൽ ഒരാളായിരുന്നു ആരാണ്? KA സലീം എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അദ്ദേഹം അന്തരിച്ചത് 2026 ഫെബ്രുവരിയിലാണ്. ഇനി ഉടൻ തന്നെ നമ്മുടെ മുമ്പിലുള്ള ഒരു എക്സാം ആണ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടാവും. ആ ഒരു സ്പെഷ്യൽ ടോപ്പിക് എന്നുള്ള കടമ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പഠിച്ചു തീർക്കാൻ വേണ്ടിയിട്ട് ടാലന്റിന്റെ ഈ ഒരു അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടിയിട്ടുള്ള റെക്കോർഡ് കോഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഈ ഒരു കോഴ്സിന്റെ പ്രൈസ് വരുന്നത് 899 രൂപയാണ്. എന്നാൽ നിങ്ങൾക്ക് 399 രൂപയ്ക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് 200-ലധികം മണിക്കൂറുകൾ വരുന്ന ക്ലാസ്സുകളാണ് ലഭ്യമാവുന്നത്. അതേപോലെ ടോപ്പിക് വൈസ് എക്സാം
എക്സാംസ് ഉണ്ടാകും, മോക്ക് ടെസ്റ്റ് ഉണ്ടാകും, 200-ലധികം സ്റ്റഡി മെറ്റീരിയൽസും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇത്രയും അധികം വരുന്ന ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് 399 രൂപയ്ക്ക് ഇപ്പോൾ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനി എക്സാമിന് അധികം നാളുകളില്ല, ഉടൻ തന്നെ ജോയിൻ ചെയ്ത് വളരെ കുറച്ച് നാളുകൾ കൊണ്ട് നല്ല രീതിയിൽ പഠിച്ചു തീർക്കുവാൻ വേണ്ടിയിട്ടുള്ള കോഴ്സാണിത്. അപ്പോൾ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അവാർഡായിരുന്നു. 2025 കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരങ്ങളാണ് നോക്കിയത്. ഫെല്ലോഷിപ്പ് നേടിയവർ 3 പേരായിരുന്നു നമ്മൾ പറഞ്ഞു. വേണുജി, അതേപോലെ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, ജയപ്രകാശ് കൂളൂർ എന്നിവർക്കാണെന്നാണ് ഈ ഒരു ഫെല്ലോഷിപ്പ് ലഭിച്ചിട്ടുള്ളത്. അതേപോലെ അക്കാദമി പുരസ്കാരങ്ങളും ഗുരുപൂജ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുള്ള വ്യക്തികളെ കൂടി നല്ല രീതിയിൽ പഠിക്കുക. അവരുടെ ഈ ഒരു കലാവിഭാഗവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു. ഗസ്സയിലെ കുട്ടികൾ. ഗസ്സയിലെ കുട്ടികൾ എന്നുള്ള ബുക്ക് എഴുതിയത് ആരെന്നാണ്? ടി പത്മനാഭനാണ് ഈ ഒരു ബുക്ക് എഴുതിയത്. ശേഷം നമ്മൾ നോക്കിയത് മലപ്പുറവുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കെ സ്മാർട്ട് വഴി ഏറ്റവും കൂടുതൽ സേവനങ്ങൾ നൽകിയ ജില്ലകളുടെ പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ള ജില്ല ഏതാണ്? മലപ്പുറമാണ്. അപ്പോൾ 2024 കെ സ്മാർട്ടിന്റെ ആദ്യഘട്ടം വന്നതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതേപോലെ 2025 കെ സ്മാർട്ടിന്റെ 2ാമത്തെ ഘട്ടം വന്നത്. അതിനുശേഷം നമ്മൾ നോക്കിയത് ഒരു റിപ്പോർട്ടായിരുന്നു. മിഡിൽ ഈസ്റ്റ് ഓണ്ടർപ്രണർ മാഗസിൻ പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടാണ്. ഈ ഒരു റിപ്പോർട്ട് പ്രകാരം മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും സ്വാധീനമുള്ള വിദേശ ഇന്ത്യക്കാരുടെ പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ള വ്യക്തി ആരാണ്? MA യൂസഫ് അലിയാണ്. ശേഷം നമ്മൾ നോക്കിയത് നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ ESIC ആയുർവേദ മെഡിക്കൽ കോളേജ് സ്ഥാപിതമാവുന്നത് എവിടെയെന്നാണ്? എഴുകോണാണ്. കൊല്ലം ജില്ലയിലെ എഴുകോണാണ് ഇത്തരത്തിലൊരു മെഡിക്കൽ കോളേജ് സ്ഥാപിതമാവുന്നത്. അത് കഴിഞ്ഞ് നോക്കിയത് സംസ്ഥാനത്തെ ആദ്യ ട്രൈബൽ മൾട്ടി പർപ്പസ് സെന്റർ സ്ഥാപിതമായത് എവിടെയെന്നാണ്? വാളംതോടാണ്. മലപ്പുറം ജില്ലയിലെ വാളംതോടാണ് ഇത്തരത്തിലൊരു മൾട്ടി പർപ്പസ് സെന്റർ സ്ഥാപിതമായത്. ട്രൈബൽ സെന്റർ ആണ്. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് സ്ഥാപിതമായത് നമ്മൾ പറഞ്ഞു? ദുർഘടമായ മേഖലയിലെ ആദിവാസി നഗരങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് സമഗ്ര പരിരക്ഷ, ആരോഗ്യ പരിരക്ഷ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആരോഗ്യ വകുപ്പിന് കീഴിലാണ് ഇത്തരത്തിൽ ട്രൈബൽ മൾട്ടി പർപ്പസ് സെന്ററുകൾ സ്ഥാപിതമാവുന്നത്. അപ്പോൾ ആദ്യത്തേത് മലപ്പുറം ജില്ലയിലാണ് സ്ഥാപിതമായത് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ അമേരിക്കൻ നിർമ്മിത ബുദ്ധി കമ്പനിയായ ആന്ത്രോപിക് ഇന്ത്യയിൽ പുതിയ ഓഫീസ് ആരംഭിച്ചത് എവിടെയെന്നാണ്? ബംഗളൂരുവിലാണ് ഇത്തരത്തിലൊരു ഓഫീസ് ആരംഭിച്ചിരിക്കുന്നത്. ആന്ത്രോപിക് എന്നുള്ള അമേരിക്കൻ നിർമ്മിത ബുദ്ധി കമ്പനിയാണ് ഓഫീസ് ആരംഭിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് നിവോ എന്നുള്ള AI ട്രാവൽ അസിസ്റ്റന്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ഒരു AI ട്രാവൽ അസിസ്റ്റന്റിനെ അവതരിപ്പിച്ച സഞ്ചാര സാമൂഹ്യ മാധ്യമ ആപ്പ് ഏതെന്നാണ്? ഓർത്തു വെക്കുക, എക്സ്പ്ലെയർജർ എന്നുള്ള ആപ്പാണ്. അപ്പോൾ ഈ ഒരു ആപ്പിന്റെ സ്ഥാപകൻ ആരാണെന്ന് നമ്മൾ പറഞ്ഞു? ജിതിൻ ഭാട്ടിയാണ് ഈ ഒരു ആപ്പിന്റെ സ്ഥാപകൻ. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി ദേശീയപാതയോരങ്ങളിൽ B കോറിഡോറുകൾ വികസിപ്പിക്കാൻ തീരുമാനിച്ചത് ആരെന്നാണ്? അപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ഇത്തരത്തിൽ B കോറിഡോറുകൾ സ്ഥാപിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞു? തേനീച്ചകൾക്കും അതേപോലെ മറ്റ് പരാഗണ ജീവികൾക്കും അവരുടെ ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കോറിഡോറുകൾ സ്ഥാപിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു. 2026 ഫെബ്രുവരി രാജ്യാന്തര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം എന്നുള്ള റെക്കോർഡ് നേടിയത് ആരെന്നാണ്? അപ്പോൾ ഹർമൻ പ്രീത് കൗർ ആണ്. അപ്പോൾ 2026 ഫെബ്രുവരിയിലുള്ള റിപ്പോർട്ടാണ് രാജ്യാന്തര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം എന്ന നേട്ടം കൈവരിച്ചിരിക്കുന്നത് ഇന്ത്യൻ താരമായിട്ടുള്ള ഹർമൻ പ്രീത് കൗർ ആണ്. ഉടനെ തന്നെ ഇതിൽ വേണമെങ്കിൽ അപ്ഡേഷൻ വരാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് ആണ്. അതൊന്ന് നോട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു വിയോഗമായിരുന്നു. 2026 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഹെമറ്റോളജിസ്റ്റ് ആരാണെന്ന് ഓർത്തു വെക്കുക? ഡോക്ടർ KA സലീമാണ്. അദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഹെമറ്റോളജിസ്റ്റ് ആയിരുന്നു. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്. 2025 കണക്കുകൾ പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആഭ്യന്തര വിനോദസഞ്ചാരികൾ എത്തിയ ജില്ല ഏതെന്നാണ് ചോദ്യം? ഓപ്ഷൻ എ എറണാകുളം, ഓപ്ഷൻ ബി തിരുവനന്തപുരം, ഓപ്ഷൻ സി ആലപ്പുഴ, ഓപ്ഷൻ ഡി ഇടുക്കി. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഡ്രോണുകൾക്കും റിമോട്ട് പൈലറ്റഡ് എയർക്രാഫ്റ്റുകൾക്കും മാത്രമായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സമർപ്പിത എയർബേസ് സ്ഥാപിക്കുന്നത് എവിടെയെന്നാണ്? ഓപ്ഷൻ എ പൂനെ, ഓപ്ഷൻ ബി ലഡാക്ക്, ഓപ്ഷൻ സി മീററ്റ്, ഓപ്ഷൻ ഡി ജയ്പൂർ. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു. 2024-25 സ്വരാജ് ട്രോഫിയിൽ മികച്ച ഗ്രാമപഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രാമപഞ്ചായത്ത് ഏതെന്നായിരുന്നു ചോദ്യം. ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഉഴമലക്കിലാണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം ഇതായിരുന്നു. T20 ലോകകപ്പിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരെന്നായിരുന്നു ചോദ്യം. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. യുവരാജ് സംബ്രയാണ് T20 ലോകകപ്പിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.